ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നലെ നമ്മളുള്ളത് പൊന്നിന്റെ വീട്ടിലാട്ടാ. പൊന്നു വർക്കിന് പോയി രാത്രി പുലർച്ചെ 4 മണി നമ്മളെ പൊന്നു പോയത്. 4 മണിയല്ല, 3:45 പോയത്. അവിടെ നമ്മുടെ കാത്തുമ്പോ ഉറങ്ങിയിട്ടില്ല, അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ സ്വഭാവം പഠിച്ചിട്ട് അമ്മേനെ അച്ഛനും കാണാണ്ട് ഒരു മിനിറ്റ് ഇരിക്കില്ല. കാത്തു 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 കാത്തേടേ കാത്തേടേ കാത്തു പള്ളിയെ പോയി. കാത്തേടേ വന്നേ, അമ്മ മോള് വന്നേ. അമ്മമ്മയുടെ മോള് പള്ളിയെ പോയാ. ഭയങ്കര വാശിയാട്ടാ. ഇപ്പൊ കാര്യം മണായിൽ പോയതിന് ശേഷം 1 മിനിറ്റ് നമ്മുടെ അടുത്തിരിക്കില്ല. ആൾക്ക് പൊന്നു തന്നെ വേണം. ഗംഭീരെടുത്തു, ആരെടുത്തു കുളിക്ക, ചൂടുള്ള കുളിക്ക. പൊന്നേക്ക് ഷേപ്പ് കുടിച്ച എന്നിട്ട് വേസ്റ്റിലിട്. വേസ്റ്റ് ഉണ്ടാവും അപ്പുറത്ത്. വേസ്റ്റ് മടിച്ചാണ് മടിച്ച്. അങ്ങനെ നമ്മള് ചൂടുള്ള വെക്കാണ്. നേരെ കുളിക്കാൻ പോവാൻ ചൂടുള്ള ആവട്ടെ കേട്ടാ. അങ്ങനെ പൊന്നന്റെ വീട്ടിലാട്ടെ. നല്ല വെട്ടം വെളിച്ചുള്ള സ്ഥലം അല്ലേ, നല്ല വെളിച്ച, നല്ല സ്ഥലം. മൊത്തത്തിൽ പൊന്നിന്റെ ഈ വീട് ഞങ്ങള് ആകെ 1 പ്രാവശ്യം നിൽക്കണല്ലോ ആദ്യം. ഇന്നിപ്പോ 2 ദിവസമായി. ഇന്നേക്ക് 2 ദിവസം ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി എന്തായാലും ഒരു 5 ദിവസം കൂടി ഉണ്ടാവല്ലേ, കഴിയും തോന്നുന്നു. 5-6 ദിവസം കൂടി ഉണ്ടാവും. അപ്പൊ എന്തൊക്കെ ഉണ്ടല്ലോ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രശ്നമില്ല. മോളെ കാട്ട് ഇപ്പൊ ഷർട്ടിന്. ആ വീട്ടിൽ നിന്ന് മാറി എന്നിട്ട് 1 മിനിറ്റ് സ്ഥലത്ത് എവിടെ നിൽക്കില്ല. അവിടെ പൊട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് അടക്കിട്. ധാരാട്ട് അമ്മമ്മ മോളുണ്ട്. ഹായ് പറയോ. ആ പോക്കോ. ഹായ് ഹായ് പഞ്ഞ്. ഹായ് ചേച്ചി ഷർട്ട് ചേച്ചി ഷർട്ട്. അപ്പത്തെ സംഭവം വന്നല്ലോ. ദേ വണ്ടി വീണ് പൊന്നിന്റെ. പൊന്നു വന്നോ നോക്കി കാത്തോ. പൊന്നു ഒരു കാര്യം കാണിച്ചു തരാട്ടാ. പൊന്നു വന്നിട്ടുണ്ട്. പള്ള അവൾ ഫേസ് വന്നു ചേട്ടാ. പൊന്നു വന്നു. അതാരാ അതാരാ കാത്ത് അവള് നോക്കി ചിരിക്കണ ആരാ? അതാരുടെ വണ്ടിയാ? അതാരുടെ വണ്ടി കാത്തുണ്ട്? ആരത്? അപ്പ ഇതാരൊക്കെ ഇതൊക്കെ ഇത് അയ്യോ അമ്മ വാടി. അമ്മ വാടി. അമ്മ ബൈക്കൊന്നല്ലല്ലോ പോയത്. അമ്മ ബൈക്കൊന്നല്ലല്ലോ പോയത് കാച്ചിന്റെ അമ്മ. കണ്ട ഇതിനാണ് അവള് അമ്മേനെ കാത്തിരിക്കുന്നത്. ഉമ്പ് ഉമ്പ് ഉമ്പടെ
എവിടെ ഒരു മാറ്റാൻ വെച്ചു എന്റെ മോള കുശുമ്പി ഞാൻ എന്റെ മോള് സ്നേഹിക്കുന്നത് കണ്ടുള്ളൂ നിന്റെ മോളെ നിന്റെ മോളായിട്ടുള്ള നിന്റെ അമ്മയായിട്ടുള്ള നിന്റെ മോളല്ലേ നിന്റെ മുമ്പിൽ നോക്ക് വിരിയാണ് ചേട്ടൻ വരെ കണ്ടപ്പോൾ കാണിക്കുന്നത് എടുത്തപ്പോ ടോർച്ചാക്കി മാജിക്കിന്റെ അവിടെ പോയി ഞാൻ ഫ്രണ്ട് എന്നിട്ട് അവനെ വിളിച്ചു പക്ഷെ വെജിറ്റേറിയൻ ഫുഡ് കൊടുന്ന ടേസ്റ്റിനല്ലോ ഏതാ നമുക്ക് വേണ്ടാത്ത ഫ്രിഡ്ജിൽ അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ റിലയൻസിലേക്ക് പോയിട്ട് ചാവക്കാടുള്ള റിലയൻസിലേക്കാണ് നമ്മൾ പോയത് 2-3 കോട്ടൺ ചുരിദാർ പിന്നെ ഞാനല്ലേ എൻ്റെ ചുരിദാറുകളൊക്കെ ഒരു 10-12 കിലോ വെയിറ്റ് ചെയ്യാൻ കുറഞ്ഞോടുകൂടി ചുരിദാറുകളൊക്കെ ഭയങ്കര ലൂസായിട്ട് എനിക്ക് ഷോൾഡർ വീഴുക എനിക്ക് ഇടാൻ പറ്റുന്നില്ല കൈയിൻ്റെ ഒരു ഷോൾഡറിന് ബ്രസ്റ്റിൻ്റെ അടക്കം ഭയങ്കര ലൂസായി ഭയങ്കര വൃത്തികേട് അത് ഇടുമ്പോൾ അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു ഒരു 3-4 ചുരിദാർ എടുത്തു തന്നു അപ്പം ഞാനൊന്ന് ചൂടുകാലമല്ലേ വരുന്നത് കോട്ടൻ്റെ കാര്യങ്ങളായിട്ട് ഒരു 3-4 ചുരിദാർ എടുക്കേണ്ടി പോയതായിട്ട് അങ്ങനെ ഞാനും പൊന്നും ഇങ്ങനെ മാറി ഓരോന്ന് ഇട്ടോ കണ്ടിട്ട് ഇത് പൊന്നിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പൊന്നു എടുത്തില്ല എത്രത്തോളം എടുക്കുമെന്ന് വെച്ചിട്ടായിരിക്കും അല്ല പൊന്നോ എല്ലാം അത് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഈ റിലയൻസ് എന്നുള്ള ഷോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ താഴെ കൊടുക്കുന്നതാണ് അവർക്ക് ഓൺലൈൻ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സെലക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റമില്ല കേട്ടോ ഇതിൽ നിന്നും നമ്മൾ അറിയട്ടെ നമ്മളൊരു തുണി എടുത്ത് അടിക്കണതിൻ്റെ റേറ്റ് പോലും ആവണേ അടിക്കൂലിയുടെ റേറ്റ് പോലും ആവണില്ല കേട്ടോ ഇങ്ങനെ ഒരു ഫുൾ സെറ്റ് എടുക്കുമ്പോൾ അതായത് ടോപ്പ് ഉണ്ടാവും പാൻറ് ഉണ്ടാവും ഷോളും ഉണ്ടാവും കേട്ടോ എല്ലാം കൂടിയിട്ട് ഒരു 1000-1500 ഉള്ളിലൊക്കെ വരുന്ന ചുരിദാറുകളാണ് കേട്ടോ അപ്പം ഞാൻ നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ അന്വേഷണം ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതിലേത് എനിക്ക് ഭംഗിന്ന് വെച്ചതെന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാൻ ഇതിൽ 2-3 ചുരിദാറുകൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ചുരിദാറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബ്ലാക്കിൽ ഞാനിപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ നോക്കുന്നത് വെച്ചാൽ നമ്മൾ ഉണ്ണോളം കൊണ്ടുപോകുമ്പോൾ ഇവർ എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അമ്മമാരുടെ മേത്തല തേക്കുക അമ്മയുടെ അമ്മാമ്മയൊക്കെ അല്ലേ ഞാൻ അപ്പോൾ ഇതൊക്കെ തിന്നതൊക്കെ എൻ്റെ മേത്ത് വെച്ചേക്കണവരെ നമ്മുടെ പിള്ളേർ പക്ഷെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ 5XL വരെ സൈസ് ഉണ്ട് കേട്ടോ സ്മോള് ലാർജ് XXL XXL 4XL 5XL വരെ ഉണ്ട് കേട്ടോ അതേപോലെ ഞാനും പൊന്നും ഒരേപോലത്തെ ഇട്ടിട്ട് നോക്കിയിട്ട് ഞാൻ രണ്ടാളിങ്ങനെ നിൽക്കട്ടെ ഷെബി രണ്ടാളും ആറ്റിറ്റ്യൂഡ് എന്ന് കണ്ടാൽ ഞങ്ങളെ കളിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ചുരിദാർ അന്വേഷണമൊക്കെ ഭയങ്കര ഇഷ്ടം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ കോളർ കഴുത്തിലെ ചുരിദാറുകൾ യൂസ് ചെയ്യാം ഞങ്ങൾ നമ്മുടെ റിലയൻസിൽ പോയി കുറച്ച് ടോപ്പ് ചുരിദാർ എടുത്തിട്ട് വേറെ ഒന്നല്ല നമ്മളിപ്പോൾ ചൂടുകാലല്ലേ വരുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളതൊക്കെ ഈ ഷിഫോൺ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ കോട്ടൻ്റെ 2-3 ചുരിദാർ എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ അങ്ങനെ അടിപൊളി സെലക്ഷൻ കുറേ തടി കുറഞ്ഞോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ സൈസിനും കിട്ടി തുടങ്ങി അത് മാത്രമല്ല കേട്ടോ അവിടെ 5XL വരെ ഉണ്ട് കേട്ടോ എല്ലാ മോഡലിലും 5XL വരെ ഉണ്ട് അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ വിഷ്ണുമായുടെ അമ്പലത്തെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ആദ്യം തന്നെ ഇളനീർ സർവത്ത് കുടിക്കാൻ വേണ്ടി നിർത്തിക്കാം കേട്ടോ നമ്മളിവിടെ ഈ വഴിക്ക് എപ്പോൾ പോകുമ്പോഴും നമ്മൾ ഈ ചാവക്കാട് ഈ ചേട്ടനെ കുടിക്കുന്നത് ഇളനീർ സർവത്ത് കുടിക്കും അത് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇളനീർ സർവത്ത് പറഞ്ഞാൽ എങ്ങനെ തന്നെയാണ് കാത്തുനെ അവിടുത്തെ ചേട്ടൻ ഐസ്ക്രീം കൊടുത്തു 3 കൊടുത്തു 3 കഴിച്ചു റിലയൻസിലെ കുട്ടി ഐസ്ക്രീം മേടിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ എന്റെ ചുരിദാർ മാക്കാത്ത ഞാൻ ബാഗ് എടുത്ത് തിന്നോണ്ടിരിക്കുന്നു അടിപൊളി ചുരിദാർ പൊന്നു സാരി എടുത്ത് പോയി പൊന്നു ചുരിദാർ സാരി ഞാൻ ചുരിദാർ എടുത്തിട്ടു നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി അത് കറക്റ്റ് സെറ്റ് ഷേപ്പും കറക്റ്റ് ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട നേരെ എടുത്തിട്ടാ മതി എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയ ചുരിദാറുള്ളത് ചേട്ടൊക്കെ ഒന്നും ചെയ്യണ്ട കറക്റ്റ് ഭാഗമാണെനിക്കല്ല ചേട്ടയുടെ ഭയങ്കര തിരക്കാട്ടെ ഇപ്പൊ വന്നാലും അല്ലേ പക്ഷെ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ടേസ്റ്റ് എടുത്തു വേറെ ഇവിടത്തേക്കാളും എല്ലായിടത്തും നമുക്ക് കുറച്ച് ഇതായത് കിട്ടും ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റ് ആണ് ഉപ്പിലിട്ട് കച്ചവടം പഴക്കം വരുന്നില്ല
കഴമ്പ് കഴമ്പ് പിന്നെ വെള്ളം തേങ്ങയുടെ വെള്ളം കഴമ്പും പിന്നെ അത് മാത്രം മിസ് ചെയ്യും. എന്നിട്ടല്ല അവള് മുന്നിൽ വെച്ച് തിന്നാൻ പറ്റാത്തോണ്ടാ. അങ്ങനെ നമ്മളെ കാത്തിരുന്നിട്ട് നമ്മുടെ കരിക്കിൻ്റെ സർവത്ത് കാത്തിരിക്കാം. ഭയങ്കര വിശപ്പ് ഇത് ഇഷ്ടാട്ടോ. ഇത് കുടിച്ചാൽ നമ്മുടെ വിശപ്പും ദാഹമൊക്കെ കുറേയേറെ നമുക്ക് മാറി കിട്ടും. വെള്ളം കളയല്ലേ. അങ്ങനെ ഈ കാത്തിരിപ്പിൻ്റെ അവസാനം നമ്മുടെ ഇളനീർ സർവത്ത് കിട്ടിയിട്ടാണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ കൊടുങ്ങല്ലൂർ പോണ റൂട്ടിൽ ചാവക്കാട് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊരു മുസ്ലിം പള്ളി കാണും. അത് കഴിഞ്ഞ് ഒരു പൂമരത്തിൻ്റെ താഴെയാണ് ഈ ചേട്ടൻ കച്ചവടം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉപ്പിലിട്ടതും ഇളനീർ സർവത്തും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അവിടെ മോരുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷെബി കുടിക്കാറുണ്ട്. ഷെബി ഇത് കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ വേറെ ആരും അതൊക്കെ കുടിക്കാറില്ല. ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് കേട്ടോ. എന്താ വെച്ചാൽ ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പും എന്താകും കുറേയേറെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും പോകുമ്പോൾ ഇത് കുടിച്ചിട്ട് പോകും. ഞങ്ങൾ രാവിലെ ഇറങ്ങി ഓരോ ദോശ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റിലയൻസിൽ കയറി ഡ്രസ്സൊക്കെ കൊടുത്ത് അവിടെ 2 മണിക്കൂർ നിന്നിട്ട് ഇനി വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ എത്തി വരുമ്പോഴേക്കും നമുക്ക് വിശപ്പും ദാഹമൊക്കെ കൂടും. അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചത്തെ ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് നേരമൊക്കെ നമ്മൾ എനർജിയിലും ഇരിക്കുക. എന്താ വെച്ചാൽ ഇളനീരാണല്ലോ, ഇളനീര് ഇപ്പോഴും അങ്ങനെയാണല്ലോ. പിന്നെ ഇവിടെ ഉപ്പിലിട്ടതായാലും ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഉപ്പിലിട്ടത് ഒരുപാട് പഴക്കമുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് ഞങ്ങൾക്ക് തന്നെ ടേസ്റ്റ് പിടിക്കാറില്ല കേട്ടോ. ഇത് ഉപ്പും പിടിച്ചിട്ടുണ്ടാവും, ഫ്രഷായിരിക്കും, നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുത്തെ കഴിഞ്ഞ വിഷ്ണുവായുടെ അമ്പലത്തേക്ക് വെച്ചിട്ട് എന്തൊരു ഭംഗിയായിരുന്നു എന്ന് പറയുക വിഷ്ണുവായുടെ അമ്പലം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഇതൊന്നും അല്ല കേട്ടോ ഉള്ളിലത്തെ ഒരു ഭംഗി. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നു കേട്ടോ. നമ്മളെ പുറത്ത് ഇന്ന് ശരിക്കും ഇന്ന് നമ്മുടെ നാട്ടിലെ പൂര ചെറുപറമ്പത്താവ് അല്ല അങ്ങനെ പറയാം, ആരായിട്ട് കൊണ്ടിട്ടാണ് ചെറുപറമ്പത്താവ് പൂരാണ്. അപ്പോൾ പൂരം പിന്നെ നമ്മുടെ അടക്കളയൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ് പിടിക്കണം. അടക്കളൊക്കെ പൊളിച്ചിട്ടിരിക്കുന്ന കാരണം നമുക്ക് പ്രത്യേകിച്ച് ആഘോഷിക്കാനോ കാര്യങ്ങൾക്ക് ഒന്നും പറ്റില്ല. അപ്പോൾ ഈ പ്രാവശ്യം പൂരം നമ്മൾ ആഘോഷിച്ചില്ല അല്ലേട്ടാ. നമ്മളൊരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പുറത്തുനിന്ന് തന്നെ ആരും. പ്രാവശ്യം വിളിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു, നമ്മൾ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പ്ലാനിങ് ഒക്കെ നമ്മൾ തെറ്റിയ കാരണം നമ്മൾ പ്രാവശ്യം ആരും വിളിക്കാൻ പറ്റൂല. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടില് ബേസ് സ്ഥലം പൊളിഞ്ഞെടുക്കുകയാണ് അടക്കള. അപ്പൊ പിന്നെ എന്തായാലും ആ പണി പതുക്കെ കഴിയുള്ളൂ. എന്താ വെച്ചാൽ ഒക്കെ മെനക്കെട്ട പണികളല്ലേ. എന്താ വെച്ചാൽ നമ്മൾ ഈ അലമാരികൾ എന്തോ പോലെ സിമെന്റിന്റെ കള്ളികൾ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഡോർ മാത്രം നമ്മൾ അലുമിനിയത്തിന് കൊടുക്കണുള്ളൂ. അപ്പൊ സിമെന്റ് ഇതൊക്കെ വെക്കാനും അത് ഉണങ്ങുക അങ്ങനത്തെ കുറച്ച് മെനക്കെട്ട പണി. മറ്റേതാണെങ്കിൽ റെഡിമെയ്ഡ് കൊണ്ടുപോയി പണി കഴിഞ്ഞു പെട്ടെന്ന് പണി കഴിയും. ഇപ്പൊ അങ്ങനത്തെ ഇതല്ലാത്ത നമ്മൾ റേറ്റ് കുറവ് തന്നെയാണ് നമ്മൾ കൊടുത്തത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളത് അമ്പലത്തിലൊക്കെ പോയി വന്നു. അമ്പലത്തിൽ പോയി നമ്മൾ വിഷ്ണുവാട് അമ്പലത്തിൽ പോയിട്ട് വിഷ്ണുവാട് അമ്പലത്തിൽ വെച്ച് നാളെ ഇന്ന് പൊന്നു പുലർച്ചെ 3:45 വർക്കിന് പോയി. പിന്നെ അതിലെത്തുമ്പോൾ 9 മണിക്ക് വന്ന് ഞാൻ എല്ലാവരും കുളിച്ചു. വിഷ്ണുവാട് അമ്പലത്തിൽ പോയി പോണ വഴിക്ക് നമ്മൾ റിലയൻസിൽ കയറിയിട്ടാണ്. എന്താ വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ചുരിദാറുകളൊക്കെ ഈ ഷിഫോണിൻ്റെ മോളിൻ്റെ ചുരിദാറുകൾ. അപ്പം ഇനിയിപ്പോൾ ഈ ചൂടുകാലം ബ്രേക്കാതൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ചൂടും വിമർഷ്ടടിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നോട് വെച്ചിട്ട് 2 കോട്ടൺ ചുരിദാർ മേടിച്ചു തരുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വലിയ റേറ്റ് ഇല്ല. പിന്നെ കോട്ടന്റെ ഒരുപാട് മോഡല് ചുരിദാറുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മോഡലുണ്ട് കോട്ടന്റെ അടിപൊളി. ഇതിന്റെ ഉള്ളിൽ പ്രമോഷനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, പ്രമോഷൻ ചിന്തിക്കാം. അതൊന്നും നമ്മളെ പറ്റിയിട്ട് പലരും പലതരൊക്കെയാണ് ചിന്തിക്കുന്നത്. ഞങ്ങളല്ലാത്തൊരു ക്യാരക്ടറിലേക്കാണ് പലരും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവരും ചിന്താഗതിയിൽ റെഡിയാക്കാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെടുന്നത് തടിയുള്ളവർക്കുള്ള സൈസ്. ഇപ്പൊ അവിടെ തന്നെ അവരും പണ്ടാന്ന് അധികം സൈസ് ലാർജ് മീഡിയം XXL അവർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവര് XXL 4XL 5XL. എനിക്ക് XXL ആട്ടോ. എനിക്ക് എൻ്റെ തടിയുള്ളവർക്ക് നോക്കിയോ XXL ആണ് അവിടുത്തെ സെറ്റ് ആയിട്ട് കറക്റ്റ്. എനിക്ക് ഒന്നും ചെയ്യണ്ട. ഞാൻ ഇപ്പോൾ ഒരു 3-4 ചുരിദാർ എടുത്തു. എനിക്കതൊന്നും ചെയ്യണം, കറക്റ്റ് ഫിറ്റ് ആട്ടോ. അടിപൊളി കോട്ടന്റെ മെറ്റീരിയൽ. ഞാൻ ഓരോന്നും ഭയങ്കര ലൂസായിട്ട് എടുത്തത് വെച്ചാൽ നമുക്ക് ഈ ചൂടുകാലത്ത് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ഇടങ്ങി ഇരിക്കുമ്പോൾ പറ്റുന്നില്ല. പിന്നെ
ഇപ്പൊ ഇത്ര നാളത്തെ ചുരിദാറുകളും നമ്മുടെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാ ചുരിദാർ ഫുള്ള് ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ വിടുക. എന്താ വെച്ചാ 10-92 കിലോ ഉള്ള ആൾക്കാർ ഇപ്പൊ 10-80 കിലോന്റെ അടുത്തേക്ക് നമ്മൾ എത്തിയില്ല. ഒരു 10-11 കിലോനടുത്തോളം വെയിറ്റ് നമുക്ക് കുറഞ്ഞപ്പോ നമുക്ക് വയറൊന്നല്ല കുറയാ. നമുക്ക് ആദ്യം പറയാൻ എന്താ വെച്ചാൽ ഷോൾഡറിലൂടെയൊക്കെയാണ് പറയപ്പോ കഴിഞ്ഞ അടിപൊളിയായിട്ടില്ല. അപ്പൊ ഷോൾഡർ അപ്പൊ എനിക്ക് ചുരിദാറുകളൊന്നും കറക്റ്റ് അല്ല. അപ്പൊ ഇപ്പൊ ഒരു 3-4 എടുത്തപ്പോ കറക്റ്റ് തന്നെ കുളിക്കുമ്പോഴൊക്കെ അതിന്റെ ഷോൾഡറിന് എന്തൊരു വേദന എന്ന് പറയണ്ടതാണ്. എനിക്ക് കുറച്ച് നേരത്തെ ഒരു ഉച്ച നമ്മള് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് പറയാൻ തുടങ്ങിയത് ഷോൾഡർ വേദന. അതിന് മുന്നേ ഒന്നാണ് പറഞ്ഞത് എവിടെ തട്ടീനോന്ന് അറിയില്ല കേട്ടാ. നാളെ കാലിന്റെ ഇവിടെ കാണിച്ചപ്പോൾ പച്ച കളർ കഴിഞ്ഞിരിക്കണോ ഇവിടെ തട്ടീനത് അപ്പ പറഞ്ഞില്ല. അത് അവരെ കാര്യം തന്നെ അവരെന്തെങ്കിലും തട്ടിയാലൊന്നും അപ്പ പറയില്ല, പിന്നേക്കേ പറയേ. അപ്പൊ എന്താണ്ടായത് നമുക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ മരുന്ന് കൊടുത്തു സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഓൺലൈൻ ബിസിനസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും അവർ കുറെ ടോപ്പുകൾ ഇറക്കിയപ്പോൾ ഞാനും പോയതിലേക്ക് 3-4 ടോപ്പുകൾ എടുക്കാൻ വേണ്ടി പോയത് തന്നെയാണ്. അപ്പൊ നോമ്പും പെരുന്നാളൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും റിലയൻസിൽ പോയ നല്ല നല്ല ഐറ്റംസ് കിട്ടും. എല്ലാവരുടെ ഡീറ്റെയിലും കാര്യം നമ്മൾ വീഡിയോയിൽ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയാനുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ ഡ്രസ്സിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കമൻറ്റ് എനിക്കത് ഭയങ്കര, അതായത് നിങ്ങളോട് വീഡിയോ ഇടാത്ത വിഷമിച്ചിരിക്കുന്നത് നിങ്ങളെ കാണാനുള്ള കൊതിയോണ്ട് നിങ്ങളോട് ഇഷ്ടം കൊണ്ടല്ലാത്ത കുറേ ആൾക്കൊക്കെ നമ്മളോട് 4 പറയേണ്ടത് കമൻറ്റുകൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും നമ്മളൊരു കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്കറിയാം നമ്മളെ അമ്മ ബാത്റൂമിൽ അപ്പൊ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നവരുണ്ടെന്ന് നമുക്കറിയാം. മനസ്സിലായി. നിങ്ങളുടെ എന്താ പറയുക നെഗറ്റീവ് പറയണത് നിങ്ങൾക്ക് ഒരാളുടെയും സപ്പോർട്ടോ വേണം നമുക്ക് വേണ്ട. നമ്മളെ സ്നേഹിക്കുന്നത് ആരാണ് എന്താണെന്ന് നമുക്കറിയാം. മനസ്സിലായോ? പിന്നെ നമ്മുടെ വിഷമവും കാരണം അത് നമുക്കറിയാം. അത് പറയേണ്ട ഒരു പത്രസമ്മേളനം വെച്ച നിങ്ങളവിടെ വന്നിരിക്കും. നിങ്ങൾക്ക് 4-10 പറയല്ലോ. പിന്നെ ഈ തള്ള തന്നെയാണ് ഇത്ര ലോകത്തോൽവി. ആയിക്കോട്ടെ, എന്താ ചെയ്യാൻ. എല്ലാവർക്കും ഒരു മോള് എഴുതിയത് തള്ളയാണോന്ന് അറിയില്ല, ഇനി തള്ള ആവാൻ പോകണമെന്നാണോന്ന് അറിയില്ല, കല്യാണം കഴിയാത്തവളാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ കാലം എല്ലാം തിരിഞ്ഞു വരുമ്പോളെ നമ്മളീ വരുന്ന പ്രായത്തിലല്ലല്ലോ എല്ലാവർക്കും. ഇപ്പൊ കാർത്തൂര് കുണിക്കിടി പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രായത്തിലേക്ക് എത്തിയത്. ജനിക്കുമ്പോ എൻ്റെ അമ്മ പ്രസവിക്കുമ്പോ ഈ പ്രായത്തിൽ പ്രസവിച്ചല്ലോ. അപ്പൊ ഓരോ കാലഘട്ടങ്ങള് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ അനുഭവിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ല. അത് നിങ്ങൾ ഇങ്ങനെ ആ മനുഷ്യനെ ഈ തള്ളനെ സ്നേഹിക്കുന്നതിന് സമ്മതിക്കണത്രേ. ആ തള്ള ആത്മഹത്യ ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു. ആയിക്കോട്ടെ, ഈ തള്ള ആത്മഹത്യ ചെയ്തിട്ട് ആ തള്ളേനെ ഞാൻ സ്വീകരിക്കാനാണ് എന്റെ മോളെ. ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ വായല് ചിലപ്പോ എനിക്ക് ചിലപ്പോ ഇഷ്ടമില്ലാത്തൊക്കെ വരും. തെറി പറയില്ല, എന്തായാലും എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ഇന്ന ഇറിറ്റേഷനാക്കിയ. അതെ, ഞാൻ എന്റെ അച്ഛന് സംസാരിക്കാൻ ചാൻസ് കൊടുക്കുന്നതൊക്കെ അമ്മയാണ് സംസാരിക്കണേ. ഒരാള് സംസാരിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളെ അവിടെ വില കുറയ്ക്കണം അങ്ങനെ നിങ്ങൾ ചിന്തിക്കൊണ്ടോണ്ട. എന്തിനാണ് ഇപ്പൊ ഒരാണിന് ആണിന്റെ വില, ഒരു പെണ്ണിന്റെ പെണ്ണ്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് തുല്യ അവകാശം എന്നാണ് ഞങ്ങൾ ചിന്തിക്കണവരാണ്. അല്ലാണ്ട് പനിയായിട്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ രണ്ടാളില് കൂടുതൽ എനിക്ക് കുറവ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് എപ്പോഴും പറഞ്ഞാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ ആണെങ്കിലും ഞങ്ങളുടെ ഇഷ്ടങ്ങളാണെങ്കിലും അനിഷ്ടങ്ങളാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അത് ഞങ്ങൾ കെട്ടുപിടിക്കണതായാലും ഉമ്മയ്ക്കണം. അത് ഇനിയും ഞങ്ങൾ വീടുകളിൽ ഉണ്ടാവും കേട്ടോ. അതൊന്നും ഞാൻ ഇല്ല പറഞ്ഞതെന്ന് വെച്ചാൽ. പിന്നെ നിങ്ങൾ നല്ലൊരു അമ്മയാണോ ഇത് എനിക്കിത് പറയില്ല. പക്ഷെ നമുക്ക് കുറച്ച് കമന്റ് ഇത് റിപ്ലൈ കൊടുത്തേ പറ്റൂ എന്നുള്ളതിന് ഞാൻ റിപ്ലൈ തരും കേട്ടോ. വേറെ കുറച്ച് ആൾക്കാർ നിങ്ങൾ നല്ലൊരു അമ്മയാണ്, നിങ്ങളുടെ മോളേനെ നിങ്ങളെ നില വന്നിരുന്ന കുറ്റം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഭർത്താവിനെ സ്വമേധ കേസ് എടുക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് കുറ്റം പറയുമ്പോൾ അത് കേൾക്കുന്നില്ല. അപ്പൊ എനിക്ക് ഞാൻ എൻ്റെ ഭർത്താവിനെ പറയണത് കേട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. ഞാൻ പറഞ്ഞത് അത് ഞാൻ എൻ്റെ മക്കൾക്കും എന്നെ അറിയണമൊക്കെ അറിയാം. അന്വേട്ടനെ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. അന്വേട്ടനെ കുറ്റം പറഞ്ഞാൽ വിട്ടു കൊടുക്കില്ല. എന്തുകൊണ്ടാ വെച്ചാൽ എനിക്കറിയാം അച്ഛനായാലും ഭർത്താവ് എന്നുള്ള നിലയ്ക്കായാലും
ആ മനുഷ്യൻ എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ആ ഉള്ളിടത്തോളം കാര്യം അന്വേഷണം കുറ്റം പറയുന്നില്ലാണ്ട് എന്റെ മോള് എന്റെ ഭർത്താവിനെ കുറ്റം പറയുന്നത് കേട്ടെടുക്കാൻ പറ്റി അത്ര നല്ല മനസ്സൊന്നും എനിക്കില്ല കേട്ടോ. ഇതിന് വേണ്ടിട്ട് സ്വമേധ കേസെടുത്തിട്ട് എന്നെ തൂക്കി കൊല്ലാനൊക്കെ വിധിക്കാനൊക്കെ അവര് അല്ല അതൊന്നും ഞാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പൊ കമന്റുകൾക്കുള്ള മറുപടിയാണ് പറയണത്. അല്ലാണ്ട് ഞാൻ എന്റെ മോളെ കുറ്റം പറഞ്ഞതോ പിടിച്ചതോ എന്റെ ഭർത്താവിനെ കുറ്റം പറയുമ്പോൾ ഞാൻ കേട്ട് നിൽക്കില്ല. അത് ഇനിയും ആരായാലും ഇപ്പൊ ഞാൻ പൊന്നിനോടായാലും പറയും, കുഞ്ഞ് ഇപ്പൊ കൊടുക്കനായാലും കുടിക്കായാലും ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്തും പറഞ്ഞു അച്ഛനെ പറയണ്ട, അച്ഛനെ പറയാൻ സമ്മതിക്കില്ല. അത് ഞാൻ തീർത്ത് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ അച്ഛനെ പറയാൻ സമ്മതിക്കില്ല. എന്താ വെച്ചാൽ ആ മനുഷ്യന്റെ നല്ല പ്രകാരം ഞങ്ങൾക്ക് വേണ്ടി എന്നെ നാട്ടിലെടുത്തിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നിട്ടുള്ള ആളാ. അപ്പൊ ആളെ ഇട്ടിട്ട് അവന് ചവിട്ടാനും കഴിക്കാൻ അത് കടമൊക്കെയുള്ള അച്ഛന്മാരല്ലാത്തവരെ അച്ഛന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചികിത്സയിലുള്ളപ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞ് നമുക്ക് തരാനുള്ളതാണ് തരും, അല്ലാണ്ട് ചികിത്സിച്ചിട്ട് കാശ് ചിലവാക്കിയിട്ട് തരണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കാണ്ട് പോയവരുണ്ട്. അതും അച്ഛൻ തന്നെയാണ്, ഇതും അച്ഛൻ തന്നെയാണ്. ഈ അച്ഛൻ പറഞ്ഞതില്ല എൻ്റെ ലാസ്റ്റ് വരെ നമുക്ക് സ്വത്തുള്ളത് വിറ്റിട്ട് ചികിത്സിച്ച് അവസാനം നമുക്ക് ആത്മഹത്യ. അത് അച്ഛൻ അങ്ങനെയാണ്, മനസ്സിലായി. അപ്പം എല്ലാ അച്ഛന്മാരിലും എല്ലാ അമ്മമാരിലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നിലെ അമ്മ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതിൽ കലക്കിട്ടാണ് 3-6 വീഡിയോ നിങ്ങൾ എന്താ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഇടും. അത് നമുക്ക് അൺലിസ്റ്റ് ചെയ്തിട്ട് നമുക്കത് പറക്കേണ്ട പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ അതൊക്കെ അയച്ചു വിടണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടണം. അപ്പോഴാണ് നമ്മളെ വീഡിയോ ഇട്ടാം. ഇല്ലാന്നൊന്നും നമ്മൾ ആരോടും പറയണേ. നമ്മൾ എന്താണ് പിന്നെ ഓരോരുത്തരും ഓടിപ്പോയിപ്പോ നമ്മള് അവിടെ ടൂറ് പോയി. നിങ്ങൾ ടൂറ് പോകും, നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോവാറുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു ജീവിതമൊക്കെ ഒരാള് പോയിപ്പോ അന്ന് പോയി, പിന്നെ പോയിപ്പോ പിന്നെയും പോയി. ഞങ്ങളുടെ ലൈഫിൽ ഞാൻ പറയട്ടെ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് തൊട്ട് കല്യാണം 45 ദിവസം അതിനായിട്ട് നാട്ടിലുണ്ടായിരുന്നു. ആ 45 ദിവസം എൻ്റെ വീട്ടിലായിട്ട് നിന്നു, അതിനായിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ കുറേ വർഷം എൻ്റെ വീട്ടിൽ, അതായത് 20 ദിവസം എൻ്റെ വീട്ടിൽ, 10 ദിവസം എൻ്റെ വീട്ടിൽ, അങ്ങനെ ലൈഫിൽ പണി അതെന്നെയാണെന്ന് അറിയാൻ എൻ്റെ വീട്ടിലെ പണികൾ എങ്ങനെയാണ് എന്താണ് നല്ല കാലത്ത് പണി തീരാത്ത വീട് തന്നെയാണ്. അതുകൊണ്ടല്ല പറമ്പിലുണ്ടാവും 10-20 മണിക്കാര്, പാടത്തുണ്ടാവും, വീട്ടിലുണ്ട് 10-15 ആൾക്കാർ. എത്ര പേരാണ് നമ്മുടെ വീട്ടില്? അത്യാവശ്യം വലിയൊരു കൂട്ടുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് രാവിലത്തെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉച്ചത്തെ ഫുഡ് വിളമ്പിൽ കഴിഞ്ഞു. ഉച്ചത്തെ വിളമ്പിൽ കഴിയുമ്പോൾ 4 മണിയുടെ തുടങ്ങും. 4 മണിയുടെ കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കി, രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കി കുളിച്ച് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പാത്രം കഴിക്കി റൂമിലേക്ക് എത്തുമ്പോൾ 12 മണിയാണ്. അപ്പോൾ ഉള്ള നിലപ്പകാലം അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മളൊരു ഹണിമൂണ് പോകുക, ഒരു ട്രിപ്പ് പോകുക, അതൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞു 4 വർഷമായിട്ടാണ് ഞങ്ങൾക്ക് പൊന്നുണ്ടായത്. പൊന്നുണ്ടായി നല്ല നിലയ്ക്ക്. എന്നാലും പൊന്നിന് ഇടയ്ക്കിടയ്ക്ക് പൊന്നു ജനിച്ചപ്പോഴേ ആസ്പത്രി കേസ് അതൊക്കെ വന്നു. പിന്നെ രണ്ടാമത്തെ ആളുണ്ടായി. അങ്ങനെ അപ്പം ഞങ്ങളുടെ ലൈഫിനെ പിന്നെയാണ് ലൈഫ് മൊത്തം ഹോസ്പിറ്റൽ കേസായിരുന്നു. ഞങ്ങളുടെ ജീവിതം മൊത്തം. എനിക്കൊരു 10 പക്ഷേ പൊന്നിന് വയ്യ, മറ്റാൾക്ക് വയ്യ. പിന്നെ അങ്ങനെ കഴിഞ്ഞ് ഞാൻ അനിയേട്ടൻ ഗൾഫിൽ അയച്ചതിൻ്റെ കാശ് കൊണ്ട് ഞാൻ അനിയേട്ടൻ ഗൾഫിൽ നിന്ന് വരും. 2-3-4 മാസം ലീവിന് വരും. ഈ ലീവിന് അനിയേട്ടൻ ഞങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലം എന്താണെന്ന് തന്നെയാണ് അറിയാം. വിഷ്ണുവാട് അമ്പലത്തേക്ക് ഒരു പ്രാവശ്യം കൊണ്ടു, ഒരു പ്രാവശ്യം ഗുരുവായൂർ കൊണ്ടു. ഓരോ പ്രാവശ്യം 4-5 മാസം വന്നു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വിഷ്ണുവാട് അമ്പലത്തേക്ക് ഗുരുവായൂർ കൊണ്ടു. എപ്പോഴേലും ഒരിക്കൽ തൃശ്ശൂരൊന്ന് കാണിക്കാൻ പറ്റും. നമുക്ക് സ്വന്തം വണ്ടിയും കാര്യമൊന്നുമില്ല. അപ്പോൾ അതോടുകൂടി കഴിഞ്ഞു ഞങ്ങളുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ അതോടുകൂടി കഴിഞ്ഞു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ലൈഫിലൊന്ന് ഞങ്ങൾക്കും ജീവിക്കണ്ടേ, ഞങ്ങളും മനുഷ്യന്മാരല്ലേ അല്ലേ? ഞങ്ങൾക്കും വേണ്ട സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾ ഈ പറയണ പോലെ ഞങ്ങൾ ആ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് വീണ്ടും കിടക്കണതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മുടെ പിന്നെ ഒരാൾ ഇറച്ചി തിന്നുണ്ടെന്ന് വെച്ചാൽ ഇറച്ചിൻ്റെ ആരും കഴുത്തിൽ നടത്തിയിട്ട് കിടക്കില്ല. അതായത് നമ്മൾ ഇറച്ചി തിന്ന ആളാന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ നമ്മൾ ഈ ഇറച്ചി തിന്നതിൻ്റെ കഴുത്തിൽ നടത്തിയിട്ട് കിടക്കില്ല. അതല്ല എൻ്റെ വിഷമം എനിക്കിത് പ്രകടിപ്പിച്ച് എപ്പോഴും പുറത്ത് കരഞ്ഞിട്ടോ പിഴിഞ്ഞിട്ടോ നടക്കാൻ പറ്റുന്നത്. എൻ്റെ ചുറ്റും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചുറ്റിരിക്കുന്നവരുണ്ട്. അവരുടെ മുന്നിൽ എനിക്ക് ചിരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവരെ സന്തോഷിച്ച് അവരെ ഹാപ്പി ആയിട്ട് നടന്നു വരുമ്പോൾ പൊന്നൊന്ന് 3-3:30 വർക്കിന് പോയി. പൊന്നിൻ്റെ മോളെ ഞങ്ങൾക്ക് തോന്നുന്നത് അത് ഞങ്ങൾ എനിക്ക് വിഷമിച്ച് കരഞ്ഞ് മുക്കിലിടുന്ന ആ കുട്ടീനെ ആര് നോക്കും? അപ്പം നമ്മൾ ജീവിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചേ പറ്റൂ. അല്ലാണ്ട് നമ്മൾ കരഞ്ഞ് പിടിച്ച് വിഷമിച്ച് തളർന്ന് മുക്കിലിരിക്കാൻ പറ്റില്ല. എന്താണെന്നുള്ള വേദന അത് ഞാൻ ഇപ്പോഴും അനുഭവിക്കാം ഈ നിമിഷം. അത് ഞാൻ പറയാം, ആരോട് പറഞ്ഞാലും അറിയാത്ത വേദന എൻ്റെ നെഞ്ചത്തുണ്ടെന്നുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട്. ഒരു യാത്ര വേണ്ടി നമ്മൾ ഇടയ്ക്കുണ്ടെങ്കിൽ ബാക്ക് സീറ്റിൽ തിരിക്കും. ഞാനത് പറയണത് ആരെയും ഇതാക്കാൻ വേണ്ടിയില്ല, എനിക്കുണ്ട് എൻ്റെ മനസ്സിൽ എന്താണ് മനസ്സിലായി. ഞാൻ ഇപ്പം സ്നേഹിക്കാത്ത അമ്മയാണ്, കുഴപ്പമില്ല. അതാണ് എൻ്റെ പേരിലുള്ള ആരും കുഴപ്പമില്ല. നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കണം, അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കമൻറ്റിന് ഉറങ്ങി ഉറക്കം വന്നിട്ടാ.
അപ്പൊ കുറച്ചെങ്കിലും റിപ്ലൈ തന്നില്ല. പിന്നെ കുണുക്കനെ നിങ്ങൾ നല്ലോണം നോക്കുക. അവരെ ഞങ്ങൾ നല്ലോണം നോക്കുന്നുണ്ട്. ഇനി ഇതിന് മേലെ ഞങ്ങൾ ഇങ്ങനെ നന്നായി നോക്കുക. പിന്നെ ഞങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലൈഫ് ഉണ്ട്, ഞങ്ങളുടേതായ കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് മുഴുവൻ അവിടെ നിങ്ങൾ ഒരു ലൈഫിൽ ദിവസം നിങ്ങൾ 1.5 മണിക്കൂറാണ് ഞങ്ങളുടെ ലൈഫ് കാണല്ലേ. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഞങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാരണമൊക്കെ ഞങ്ങൾ അവർക്ക് ചെയ്തപ്പോൾ അവർക്ക് പുറത്ത് പോയിട്ട് ട്യൂഷൻ അവർ വീട്ടിൽ പോയിരുന്നിരിക്കുന്ന ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കുട്ടീനെ വീട്ടിൽ വരുത്തി 2-3 മണിക്കൂർ ആ കുട്ടി ട്യൂഷൻ എടുക്കുന്നുണ്ട് ഡെയിലി. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളോട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവർക്ക് വേണ്ടി കാശ് ചിലവാക്കി അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുക. ബാക്കിയൊക്കെ അവരാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു പേരൻസ് ഉള്ള നിലയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഞങ്ങൾ എങ്ങനെയും പോകണത് ഞങ്ങൾക്ക് പോകേണ്ട കോനപ്പതേ ഞങ്ങളുടെ ഷോപ്പുണ്ട്. ഞങ്ങളുടെ ഷോപ്പിൻ്റെ കാര്യത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് 2 ദിവസം ഞാൻ കൊണ്ടുവന്ന് പുറത്ത് പോയേ പറ്റും. എന്നിട്ട് നമ്മുടെ ഷോപ്പ് നല്ല നിലയ്ക്ക് കാണുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു യൂട്യൂബിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടല്ലേ അത് ഞങ്ങൾക്കറിയാം. അപ്പം നമ്മുടെ ഷോപ്പ് നല്ല നിലയ്ക്ക് അപ്പോൾ അതിൻ്റെ ഓർണമെൻറ്റ്സ് ഇറക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ 2 ദിവസത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പോൾ ഇത് ഞങ്ങളല്ലാണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ വേറെ ആരും പോവും? ഓരോ കാര്യത്തിന് ഞങ്ങൾ തന്നെ പോകണ്ടേ? ഞങ്ങൾ പോകാതിരിക്കുന്നതല്ലെങ്കിൽ അവർക്കൊന്നും ആരും പറയണ്ട. അത് ഈ വഴിക്ക് പറഞ്ഞോട്ടെ, നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥയാണ്. 4-10 എത്ര വേണം പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ നിങ്ങളോട് ഇതൊന്നും നിങ്ങളുടെ ലൈഫൊന്നും തീർന്നിട്ടല്ലല്ലോ നിങ്ങൾ ഈ കമന്റ് ചെയ്യുന്നതാണോ? നിങ്ങളുടെ ലൈഫ് ആരാന്റെ അമ്മയ്ക്ക് പ്രാന്തായി കാണാൻ നല്ല ചൊല്ലുന്നു. ഇപ്പൊ ഇതാണ് ഇപ്പൊ അവസ്ഥ. ഇതൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരും. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വരും. പഴുത്തല വീണ്ടും പച്ചല ചെറുക്കാന്ന് പറയുന്ന ആര് പറയാൻ നിക്കണവരെ വീട്ടിലും ഇതൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാവാൻ ഇപ്പൊ ഞങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ അതിനോട് പറഞ്ഞു, നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയണോ? ഞങ്ങളിത് പറഞ്ഞില്ല. ഞാൻ പറയാം, എൻ്റെ വീട് ഡെയിലി കാണുന്നത് എനിക്കൊരു അത് 45,000 പേരാണ് എൻ്റെ വീട് ഡെയിലി നല്ല 30-40 ആ റേഞ്ചിലുള്ള ആൾക്കാരാണ് ഡെയിലി എൻ്റെ വ്ലോഗ് കാണുന്നത്. ഇപ്പം ഈ പ്രശ്നം വന്നപ്പോൾ എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ ആൾക്കാർക്ക് എന്താ വേണ്ടത്? പ്രശ്നങ്ങളാണ് വേണ്ടതല്ലേ? സന്തോഷം കാണാൻ ആരുമില്ല. സന്തോഷം കാണാൻ ആരും ഉണ്ടാവും. പ്രശ്നങ്ങൾ തന്നെയാണ് വേണ്ടതല്ലേ? ഞാൻ പ്രശ്നം പറഞ്ഞത് എനിക്ക് സൂടാനാണ്. നിങ്ങൾ എന്തിനാ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ പോലെ നിങ്ങൾ എന്തിനാ ഇത് കാണണം? ഞാൻ എൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ എന്തിനാ ഇത് കാണണം? നിങ്ങൾ കാണാണ്ട് കൂടെ. നിങ്ങൾ ആരും നിർബന്ധിച്ച് കാണിക്കണില്ല. അപ്പം എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇന്നലെ നാളെ പബ്ലിക്കിനോട് ഇതല്ല ഞാൻ ഞങ്ങളിത് പറയില്ല എന്ന് വെച്ചപ്പോൾ പറയാണ്ട് തന്നെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റക്കാരായിട്ട് ഞാൻ എല്ലാവരും മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ. പക്ഷേ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? ഞങ്ങൾ കുറ്റം ചെയ്യാണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്യാണ്ട് ഞങ്ങൾ എന്തിനു തെറ്റുകാരായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ട ആവശ്യം? നിങ്ങൾ നെഗറ്റീവ്സുകാരാണ് എല്ലാവരും, പോസിറ്റീവായിട്ട് ആൾക്കാരാണ്. പോസിറ്റീവായിട്ട് ഞങ്ങൾ സ്നേഹിക്കണമെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മനസ്സിലായി? നമ്മുടെ വീട്ടിലെ ഭാര്യ ഭർത്താവ് എന്തെങ്കിലും പ്രശ്നക്കാരുണ്ടായി, പക്ഷെ നമ്മുടെ വയസ്സൊരു കാര്യമുണ്ട്. അത് നമ്മുടെ ഭർത്താവ് മനസ്സിലാക്കണം, അറിയണം എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ പറ്റി അറിഞ്ഞിരിക്കണം. മനസ്സിലായി? ഞങ്ങൾ ഈ ഒരു തെറ്റും ചെയ്യാണ്ട് ഞങ്ങൾ ഈ ഉള്ള വഴിയിലുള്ള പഴി മുഴുവൻ കേട്ട് ഞങ്ങൾ എന്തിനു ജീവിക്കണം? നിങ്ങൾക്ക് പറയണ്ട ആത്മഹത്യ ചെയ്തിട്ടുള്ള ആത്മഹത്യ എന്ന് പറഞ്ഞാൽ മോൾക്ക് ഇത് പറയാം. ആത്മഹത്യ ഇവിടെ കണ്ട ബേക്കറി കിടക്കുന്നുണ്ടോ? അതൊക്കെ എന്നെ പ്രതീക്ഷിച്ചിട്ട് കിടക്കുന്നതാണ് ഈ ലോകത്ത്. അവർക്ക് ജന്മം നൽകി ഞങ്ങളാണെങ്കിൽ അവരെ വളർത്തി കൊണ്ടുവരുന്ന ദൈവം എന്നാണ് എന്നെ വിളിക്കുന്നത്. മരിക്കാൻ പേടിയില്ല നമുക്ക്. നമ്മുടെ ഈ 2 കുഞ്ഞു മക്കളെ ഇപ്പൊ 4 റീൽസ് ഉണ്ട്. എനിക്കതൊരു 5 വയസ്സിലൊരു മോനും ഒരു 2-3 വയസ്സിലുള്ള കുട്ടികളും നിന്ന് കരയാ, അമ്മ എന്ന് വെച്ചിട്ട് കരയാ. അപ്പൊ പല അമ്മമാരെയും ജീവിക്കാൻ മുന്നോട്ട് ഇതാക്കുന്നത് ഈ മക്കളുള്ള നിലവിളിയാണ്. മരണത്തിനെ പേടിക്കുന്ന അതോടാണ്. സത്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഭൂമിയിലാണ്ട് അവിടെ ഒരു നിമിഷം ഉണ്ടല്ലോ. ഇപ്പൊ പൊന്നൂന് ഷെബിയുണ്ട്, കാർത്തുണ്ട്, അവര് ഹാപ്പിയാണ്. അവരാരും നിമിഷം 2 ദിവസം 3 ദിവസം വരെയോ 10 ദിവസം വരെയോ 1 വർഷം ഒരു കുണുക്കം കുണിക്ക് അവർക്ക് ഞാൻ വേണ്ടത്. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടത്? നിങ്ങളൊരു മിനിറ്റോടെ ആത്മഹത്യ ചെയ്തോ എന്ന് പറയുമ്പോഴും നിങ്ങളത് ചിന്തിച്ച്. ഞങ്ങൾ ചിന്തിച്ചു ആത്മഹത്യ ചെയ്യാൻ കഴിയുമ്പോഴും ഞങ്ങൾ പിന്നോട്ട് ചിന്തിക്കണമെന്ന് വെച്ചാൽ കുണുക്കിക്ക് ആരുമില്ല. ഇപ്പോഴും ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഞങ്ങളുടെ മുന്നിൽ ഒരു ഒറ്റ ചോദ്യമാണ്. കുണുക്കിക്ക് ആരുമില്ല. അവർക്ക് ഞങ്ങൾ വേണം. അപ്പം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരുമിച്ച് ചെയ്യണം വേണ്ടേ? അപ്പോൾ ഇങ്ങനെ 2 പോയി അവർ ഒറ്റയ്ക്കും അനാഥാളാവും. അപ്പം അവർക്ക് 2 വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട്. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും പിടിച്ചാലും ഞങ്ങളുടെ കുണുക്കിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് ഞങ്ങൾ വേണ്ടെന്നുമ്പോൾ അവർ ഞങ്ങൾ വിട്ടു പോട്ടെ. നമ്മളിപ്പോ അതല്ല കേട്ടോ. എനിക്കൊരു നിർബന്ധമുണ്ട്. ഞങ്ങൾ മക്കളെ ഉപേക്ഷിച്ചു പോലെ ഇന്നത്തെ നല്ല അച്ഛനമ്മ നാളെ നല്ല അച്ഛനമ്മയോ ഒന്നും പറയാൻ ഉറപ്പ് പറ്റില്ല എന്നൊരു കമന്റ് ആണ്. ഞങ്ങൾക്ക് ഉറപ്പാ. അതിനാണ് ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും ഉറപ്പാ. എന്താ വെച്ചാൽ അവര് ചതിക്കാൻ നല്ലാണ്ട് നിങ്ങൾ ചതിച്ചിട്ടില്ല. എന്നവരെ ഒരാളെയും ചതിച്ചിട്ടില്ല. മക്കളെ നല്ല പോലെ തന്നെയാണ് നമ്മൾ നോക്കണത്.
നോക്കിക്കൊണ്ടിരിക്കരുത്. ഇനി അതന്നെയാണ് നമ്മുടെ മനസ്സിലാകുന്നത്. ഇപ്പൊ അവര് ഞങ്ങള് ബിഷപ്പ് പോയിന്ന് വെച്ചാൽ ഞങ്ങൾ വിളിക്കുന്ന ശിക്ഷിക്കാനോ പിടിക്കാനോ അടിക്കാനോ കുത്താനോ നിൽക്കണില്ല. അവർ തെറ്റിയതാൽ ചീത്തറിയും അടിക്കും. അത് ഞങ്ങളുടെ അച്ഛനമ്മമാരെ കടമയാണ്. അതില്ലാതെ ഞങ്ങൾ പറയുന്നില്ല. അവർ തെറ്റി ചെയ്തല്ലേ. ഈ സമൂഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? അടിച്ചു കഴിഞ്ഞാൽ ശിക്ഷയാണ്, സ്വമേധ കേസ്. മക്കൾ നശിച്ചാലേ തന്നേ തല്ലാണ്ട് പിടിക്കാണ്ട് വളർത്തിയിട്ടൊക്കെ ഇട. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഒരു അച്ഛനും മക്കളെ വളർത്തുന്നത്? അതുകൊണ്ട് ഇത് പറ. തല്ലാണ്ട് എന്ന് കഴിഞ്ഞാൽ മക്കളെ അതെ അങ്ങനെ വളർത്തിയിട്ടേ അതൊന്നും നശിച്ചു തല തെറിച്ച സാധനമായി. ഇതും പറഞ്ഞു ഞങ്ങള് തല്ലിയ സ്വമേധ കേസ് എടുക്കും. ഇനി എങ്ങനെയാണ് മക്കളെ നമ്മൾ വളർത്തുന്നത്? എനിക്കറിയാണ്ട് ചോദിക്കാം. നമ്മുടെ പരാജയമാണ്. നിങ്ങൾക്ക് ഞങ്ങള് പരാജയമായിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ കണ്ടേ ഞങ്ങൾക്ക് കുറ്റബോധമില്ല ഒരിക്കലും. ഞങ്ങള് കുറ്റബോധം അവര് നോക്കാണ്ടല്ല അവര് വിട്ടതിന് പേരെങ്കിൽ അവര് നമ്മൾ പഠിക്കട്ടല്ല. അവര് ചോദിച്ച സാധനം മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ ചേട്ടാ എന്നുള്ളൊരു കുറ്റബോധം ഞങ്ങൾക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും അവരിഷ്ടങ്ങൾക്ക് അവരെ ആഗ്രഹങ്ങൾക്ക് തന്നെയാണ് ഇനി നിന്നത്. ഇനിയും നമ്മൾ മറ്റുള്ളവര് അത് നെഗറ്റീവ്സ് ഇങ്ങനെ രണ്ടരത്തിന് അവരങ്ങനെ വളർത്തി മറ്റുള്ളവർ പറയണ പോലെ വളർത്താനുള്ളതല്ല ഞങ്ങളുടെ മക്കളെ. ഞങ്ങളുടെ ഇഷ്ടത്തിന് വളർത്താനുള്ളതാണ്. അല്ലാണ്ട് മറ്റുള്ളവര് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ പോലെ നമുക്ക് വളർത്താൻ പറ്റില്ല. സ്നേഹിക്കുന്നവർ പറയണ പോലെയാണെങ്കിൽ അത് ഓക്കെ, നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഇത് വാക്കണം. അല്ലാണ്ട് നെഗറ്റീവായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നത് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. എങ്ങനെയാണ് ഞങ്ങളുടെ മക്കളെ വളർത്തുന്നത് അതേപോലെ തന്നെയാണ് മുന്നോട്ട് അവരെ വളർത്താനും ഇതാക്കുന്നത്. ബനിയനെ കാത്തു പിടിച്ചത് ചോക്ലേറ്റിന്റെ കഴിപ്പാണ്. അങ്ങനെ മൂത്ത മോളേനെ മര്യാദ ഇപ്പൊ സ്നേഹിക്കണമെന്ന് ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നം. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും മൊത്തത്തില് പ്രശ്നക്കാര്. എന്താ ചെയ്യാ? നിങ്ങള് വീടൊക്കെ കുട്ടിച്ചോറാക്കിട്ട് കാലം അവിടെ ഇരിക്കെ പുളി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ഇടണം അങ്ങനെ ഇട്ടത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇതിപ്പോ 1-2 വീഡിയോകൾ ഉണ്ടായിട്ട് ഞാൻ ഈ വീഡിയോ ഇതിൽ ഇടുന്നത്. നെഗറ്റീവ്സ് അല്ലാതെ അവിടെ കേട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കലിപ്പ് തീർന്നിട്ടില്ല. അല്ല നിങ്ങളെ ഇഷ്ടം കൊണ്ടല്ല. നിങ്ങൾക്ക് അത് തന്നെ ചളക്കല്ലേ. തന്റെ പോലെ ഒരു 5-10 കൂടി ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കത് ഓരോ യാത്രകളിലും ഓരോ പ്രാവശ്യം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മളത് അനുഭവിക്കുന്നതാണ് പലവരുടെ ഇഷ്ടം. വന്ന് കെട്ടിപ്പിടിച്ച് മുമ്പേക്കുന്ന ചേച്ചിമാരടക്കം ഉണ്ട്. കണ്ടിട്ട് അല്ലേ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കെട്ടിപ്പിടിച്ച് മുമ്പേ ചേർന്നുണ്ട്. ഫോൺ വിളിച്ചത് ബാംഗ്ലൂരിൽ ടീച്ചർ മാത്സ് ടീച്ചറാണ്. ടീച്ചർ ഫോൺ വിളിച്ചിട്ട് ഉമ്മ എന്നിട്ട് ഞാനെന്നെ ഞെട്ടി. നമുക്കൊരാൾ ഉമ്മ തന്നെ ആ ആളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. മനസ്സിലായി? ആള് നമ്മളെ എത്രത്തോളം മനസ്സിലാവും. അങ്ങനെയുള്ളൊരു മതി. പോലെ ഒരു 100 ആൾക്കാരുണ്ട്. അതിൽ 10 ആളുണ്ടായപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ. മനസ്സിലായി? 100 ആളുണ്ട് ആത്മാർത്ഥയില്ലെങ്കിൽ എന്താ കാര്യം അല്ലേ? അപ്പൊ നമുക്ക് ഒരാളാണിത് പറഞ്ഞേ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലുത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഏറ്റവും വലുത് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ നിങ്ങളെ കല്യാണം ക്ഷണിച്ചില്ലേ? നിങ്ങൾ കല്യാണത്തിന് അപ്പൊ ഈ കല്യാണ പർച്ചേസിംഗ് ഒക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സാരി ഒക്കെ എടുക്കാൻ പോകണം അല്ലേ? 2 ദിവസത്തിനുള്ളിൽ ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ കല്യാണത്തിന് 2 ദിവസം മുന്നേ ഒക്കെ പോയി നിൽക്കേണ്ടത് പട്ടു സാരി ഒക്കെ എടുക്കണം. കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കല്യാണ വീഡിയോയിൽ കാണാം. അത് നമ്മളെ ആക്കണമെന്ന് പറയാം. അപ്പൊ നമുക്ക് തിരിച്ചിട്ടാക്കാലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നും അതൊക്കെ പറഞ്ഞില്ല. ഇതൊക്കെ അവനാന്റെ വീട്ടിൽ വരുമ്പോഴാണ് ഈ കുച്ചിക്കലൊക്കെ മാറുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. വീണ്ടും പറയണം വരാതിരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ളത് നിങ്ങൾ പറയുന്നോണ്ടാണ് അറിയണത്. ഇപ്പൊ ഇന്നലെ ഞാനൊരു അമ്മേനെ ഒരു മൊമെറ്റി പോലെ ഇത് അതിപ്പോ ആ വീട്ടിലുള്ള 4 ആൾക്കാർ ബന്ധുക്കളെല്ലാം അറിഞ്ഞു. സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞില്ലേ? അപ്പൊ സോഷ്യൽ മീഡിയയിൽ അറിയേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അറിയൂ. നമ്മളങ്ങനെ അറിയിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കൊലപാതകത്തിന് അല്ലെങ്കിൽ പീഡിപ്പിക്കാനൊന്നും പോകാറില്ല. നമ്മള് ഒരു 10 മിനിറ്റ് കിടന്നു പിഞ്ചൊക്കെ വരുമ്പോ പോവാ. ഇപ്പൊ വന്നിട്ടുണ്ടോ? നീ വിളിച്ചു വെച്ചോക്ക് ഫോൺ. പിഞ്ചോ വന്നു വെച്ചോക്ക്. ഒരു 10 മിനിറ്റ്. അങ്ങനെ അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ പൂരൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് ആഘോഷിച്ച്. ഞങ്ങൾ കണ്ടു. നാട്ടിലെ പൂരം കണ്ടില്ല, ഒന്നും കണ്ടില്ല.
നമുക്കേ പൂരത്തിനൊന്നും പോകാനുള്ളൊരു മനസ്സവസ്ഥ ഉണ്ടായിരുന്നു. നാളെ അങ്ങനെ പുറത്തേക്ക് അമ്പലത്തേക്ക് പോകണമെന്നുണ്ട് രാവിലെങ്കിലും തൊഴാൻ. നാളെ പിറ്റായി രാവിലെ അമ്പലത്തിൽ പോകണം, തൊഴണം. ഇന്ന് പോകണമെന്ന് വെച്ചു. ഇന്ന് പോകണമെന്ന് വെച്ചപ്പോ പൊന്നു വരുമ്പോഴേ 9:45. അപ്പൊ നമ്മൾ വിഷ്ണുമായുടെ അമ്പലം കാണാൻ നേരത്തായാലും ഉച്ചവരെയൊക്കെ ആയാലും ഉണ്ടാവും. ഉച്ച തീരുന്നവരെ നമുക്ക് ആർക്കണം. ഓ അമ്പലം കാണാൻ പോയി. എന്താ അമ്പലം കാണിച്ചു വെച്ചിട്ട് വിഷ്ണുമായുടെ അമ്പലം എന്തൊരു പൊങ്ങപ്പൂ. ഒരു കണ്ടെയ്നർ പൂവ് പോരാ അല്ലേ? അവിടേക്ക് വന്നിട്ടുണ്ടാവുക നിറയെ പൂവ് കൊണ്ട് അലങ്കരിച്ചിരിക്കുക. കണ്ട കഴിച്ചായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും 4 കേൾക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. എല്ലാരും പോയിക്കോളെ. എല്ലാരും പോയിക്കോളെ. വിഷ്ണുമാരുടെ അമ്പലത്തേക്ക് പൂരത്തിനാണോ? അല്ലല്ല വിഷ്ണു. അപ്പൊ പോട്ടെ. ബൈ ബൈ. എന്ന് ചെയ്യണ ബൈ.